അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ചെയ്തത് ഒരു ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് സിനിമയാണ് അമാനുഡ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അമാനുഡ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്തൊക്കെ അത് വളരെ എന്ന് പറഞ്ഞാൽ വളരെ റോ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിങ്ങാണ്. അതായത് എവിടെയെങ്കിലും ഒരു നഷ്ടപ്പെട്ട ഒരു ക്യാമറയുടെ അകത്ത് നിന്ന് ലഭിക്കുന്ന ഒരു ഫുട്ടേജ്, ആ ഫുട്ടേജ് ഒരാൾ എഡിറ്റ് ചെയ്ത് ജനങ്ങളുടെ ഫ്രണ്ടിൽ കാണിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും, അതായിരുന്നു അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അതാണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ഇത് ഈ ക്യാമറയെല്ലാം ഷെയ്ക്കിംഗ് ആയിട്ടുള്ള ക്യാമറ ആയിരിക്കണം. അതേപോലെ തന്നെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ് ടോട്ടലി. അതായത് ഷോർട്ട് വൈസായിട്ട് ആയാലും ലെങ്തി ആയിട്ടുള്ള ഷോർട്ട്സാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയുടെ ആയിട്ടുള്ള എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഒരു മോക്കുമെൻ്ററി ഫിലിമോ അല്ലെങ്കിൽ ഫൗണ്ട് ഫുട്ടേജും ഫിലിം വരുന്നത്. അപ്പോൾ ഇത് ഔട്ട് കണ്ടതിന് ശേഷം നിനക്ക് സിനിമ എടുക്കാൻ അറിഞ്ഞൂടാ എന്നേ ആൾക്കാർ പറയും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇത് കണ്ടതിന് ശേഷം വിമർശിക്കുമായിരുന്നു. ഞാനിപ്പോൾ അല്ലാതെ ഇപ്പോൾ ഉപമ എന്ന് പറയുന്ന സിനിമ അത് ഒരു ആർട്ട് ഫിലിമാണ്. അത് സിനിമയുടെ എല്ലാ റൂൾസും നോക്കി ചെയ്ത ഒരു പടമാണ്. അത് ചെയ്യുമ്പോഴും നീ ഇത് അമാനുഡ ചെയ്ത പോലെയാണോ ചെയ്യണതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു എന്താ പറയുക, ആ പടത്തിൻ്റെ ഒരു റിലീസ് വരെ കുറച്ച് ലെങ്ത്, അതായത് കുറച്ച് നീണ്ടുപോയി. റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചതിനേക്കാളും 1 വർഷം നീണ്ടുപോയി. അപ്പോൾ ഇവരിത് പറയുമ്പോൾ എനിക്ക് ഈ ഒരു മെത്തേഡ് എനിക്കറിയാം, ഇങ്ങനെയാണ് എടുക്കാനുള്ളത്, അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതല്ല സങ്കടം, ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് സിനിമ ഇറങ്ങിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ആ സമയത്ത് വരുന്നത്. കാര്യം ആദ്യത്തെ പടം. അപ്പോൾ അത് എന്താ പറയുക, കുറച്ച് ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ പടം ഇറങ്ങുന്നുണ്ട്. പടം ഇറങ്ങിയതിന് ശേഷം ഇത് ഫൗണ്ട് ഫുട്ടേജ് ക്രിട്ടിക് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുള്ളൊരു കമ്പനി ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഏഷ്യ മൂവി പ്ലസ് എന്ന് പറയുന്ന കാനഡയിലുള്ള ഒരു കമ്പനിയാണ്, ഒരു റിവ്യൂ കമ്പനി. അവർ ഈ സിനിമ ഏഷ്യയിലെ 10 മികച്ച ഹൊറർ സിനിമകളിലൊന്നായിട്ട് 2021 സെലക്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അത് ആദ്യം വിഷമം തോന്നിയെങ്കിലും ആ സിനിമ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അതേപോലെ തന്നെ തമിഴിലെ ഏറ്റവും ആദ്യത്തെ ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് സിനിമ എന്നുള്ള രീതിയിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ്, അങ്ങനെ ഒരുപാട് റെക്കോർഡും സിനിമ കൊണ്ടുവന്നു എന്നുള്ളതാണ്.